തെർമോമീറ്റർ എന്തിൻ്റെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്? ലോ ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. പറയേ തെർമോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമുക്കറിയാം ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. രണ്ട് എഞ്ചിനുകൾ, രണ്ട് ഡിഫറെൻറ്റ് എഫിഷ്യൻസിയുള്ള എഞ്ചിനുകൾ നമ്മൾ എന്ത് ചെയ്തു? കപ്പിൾ ചെയ്തു. എന്നിട്ട് ഈ രണ്ട് എഞ്ചിനോട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിക്കും. നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ടല്ലോ, ഓവറോൾ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ എഫിഷ്യൻസി 1 പ്ലസ് എഫിഷ്യൻസി 2 മൈനസ് എഫിഷ്യൻസി 1 എഫിഷ്യൻസി 2. ഇതാണ് രണ്ട് എഞ്ചിനുകൾ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഹായ്, വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റിലേക്കുള്ള എക്സാം നമുക്ക് 2024 തന്നെ നമുക്ക് എക്സാം ഷെഡ്യൂളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിൽ നമുക്കറിയാം എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമുകാർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ അതിലെ എല്ലാ സ്ട്രീമിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അല്ലെ? എല്ലാ സ്ട്രീമിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. നമ്മുടെ സിലബസിലും ആദ്യം തന്നെ തെർമോഡൈനാമിക്സിനെ പറ്റി പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ആണ്, അല്ലേ? തെർമോഡൈനാമിക് ലോസ്. ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ മാക്സിമം എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ലോസ് ഓഫ് തെർമോഡൈനാമിക്സിൽ 3 ലോകളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ 3 ലോകളിൽ നിന്നും നമുക്ക് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഒക്കെ ബേസ് ചെയ്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഈ തെർമോഡൈനാമിക് ലോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ കൺസെപ്റ്റുകളുമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് അഗെയിൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലേ? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പം നമുക്കറിയാം ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ മാസ് ട്രാൻസ്ഫറും നടക്കില്ല, എനർജി ട്രാൻസ്ഫറും നടക്കില്ല. ആരൊക്കെ തമ്മിൽ? സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ, അല്ലേ? നമ്മുടെ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ മാസ് ഇൻറ്ററാക്ഷനോ എനർജി ഇൻറ്ററാക്ഷനോ. ഈ എനർജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതൊന്നുകിൽ ഹീറ്റ് ആകാം അല്ലെങ്കിൽ വർക്കാകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ മാസ് ഇൻറ്ററാക്ഷനോ എനർജി ഇൻറ്ററാക്ഷനോ നടക്കാത്ത സിസ്റ്റങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഐസൊലേറ്റഡ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ലോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് പ്രോസസ്. എന്താ ഇക്വേഷൻ? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ഇതല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ? മേ ബി നമുക്ക് ഡെൽറ്റ ഇ പറയാം, അല്ലെങ്കിൽ ഡെൽറ്റ യു എന്നും പറയാം, പ്രശ്നമില്ല. ഇന്റേണൽ എനർജിയാണ് അതല്ലേ, ചേഞ്ച് ഇൻ എനർജി. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ഓക്കെ, ഇവിടെ ഡെൽറ്റ ഇ വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും അത് ഇന്റേണൽ എനർജി ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഇന്റേണൽ എനർജി ആണ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ആണ്. ഡബ്ല്യു എന്ന് പറയുന്നത് വർക്കാണ്. സോ ഡെൽറ്റ യു ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ ക്യൂ മൈനസ് ഡബ്ല്യു. ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഡെഫിനിഷൻ ഫോർ എ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്താവും എന്നുള്ളതാണ് ചോദ്യം. നമുക്കൊന്നറിയാം, ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എനർജി ട്രാൻസ്ഫർ ഉണ്ടോ? ഇല്ല. അതായത് ഹീറ്റ് ട്രാൻസ്ഫറും ഇല്ല, വർക്ക് ട്രാൻസ്ഫറും ഇല്ല. ഇത് രണ്ടും എന്താണ്? 0 ആണ്. സോ ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫറും 0 ആണ്, വർക്ക് ട്രാൻസ്ഫറും എന്താണ്? 0 ആണ്. നമ്മുടെ ഇക്വേഷന് കൊടുക്കേ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു, അതായത് 0.
ഡെൽറ്റ യു നമ്മുടെ ആസ് പെർ ദിസ് ക്വസ്റ്റ്യൻ അവിടെ അവരെന്താ ഡെൽറ്റ ഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു 0. എന്ത് ഒരു ആൻസർ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എനിക്ക് കൺക്ലൂഡ് ചെയ്യാം ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്താണ്? 0. അതായത് ഇന്റേണൽ എനർജിക്ക് എന്തില്ല? ചേഞ്ച് ഇല്ല. അതായത് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റത്തില് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയും ചോദ്യം വരാം. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇന്റേണൽ എനർജി ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വഴിയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇന്റേണൽ എനർജി ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്യുക. സോ ഫോർ ദ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ പറഞ്ഞിരിക്കുന്നത്? എ ക്ലോസ്ഡ് സിസ്റ്റം റിസീവ്സ് 60 kilojoule of heat but its internal energy decreases by 30 kilojoule. Then the work done by the system. അപ്പോൾ ഇവിടെയും ഒരു ക്ലോസ് സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ക്ലോസ് സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഹീറ്റും വർക്ക് ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് പ്രോസസ്. എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് പ്രോസസ് ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q minus W. ഇതല്ലേ നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ Q minus W. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോസ്ഡ് സിസ്റ്റം റിസീവ്സ് 60 kilojoule ഓഫ് ഹീറ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം എന്ത് ചെയ്യുക? 60 kilojoule ഓഫ് ഹീറ്റ് ഈ സിസ്റ്റം റിസീവ് ചെയ്യുമോ? ഓക്കെ ആണ്. ബട്ട് ഇറ്റ്സ് ഇന്റേണൽ എനർജി ഡിക്രീസസ് ബൈ 30 kilojoule. ഈ സിസ്റ്റം 60 kilojoule ഹീറ്റ് അബ്സോർബ് ചെയ്തു. പക്ഷേ ഈ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എത്ര ചെയ്തു? 30 kilojoule കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം ചെയ്ത വർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സൈൻ കൺവെൻഷൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും സൈൻ കൺവെൻഷൻ പ്രധാനമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ സൈൻ കൺവെൻഷൻ പഠിച്ചിരിക്കുന്നതെന്ന് പറയാം. വെൻ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സിസ്റ്റം, സിസ്റ്റത്തിനുള്ളിലേക്കാണ് ഹീറ്റ് കൊടുക്കുന്നതെങ്കിൽ സൈൻ ഷുഡ് ബി പോസിറ്റീവ്. വെൻ ഹീറ്റ് ഈസ് റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റം, സിസ്റ്റത്തിനുള്ളിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് തള്ളുകയാണെങ്കിൽ സൈൻ ഷുഡ് ബി നെഗറ്റീവ്. ഓക്കെ ആണ്. നെക്സ്റ്റ്, വെൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, സിസ്റ്റത്തിനുള്ളിലേക്ക് വർക്ക് കൊടുക്കുകയാണെങ്കിൽ സൈൻ ഷുഡ് ബി നെഗറ്റീവ്. വെൻ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം then the sign should be positive. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈൻ കൺവെൻഷൻ നോട്ട് ചെയ്യുക. when heat is transferred to the system sign should be positive. when heat is rejected from the system sign should be negative. when work is done on the system sign should be negative. when work is done by the system sign should be positive. അപ്പോൾ നിങ്ങൾ നോക്കേ, ഈ സിസ്റ്റം റിസീവ്സ് 60 kilojoule ഓഫ് ഹീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? സിസ്റ്റം എന്ത് ചെയ്തിരിക്കുകയാണ്? 60 kilojoule ഓഫ് ഹീറ്റ് സിസ്റ്റം റിസീവ് ചെയ്യുകയാണ്, അബ്സോർബ് ചെയ്യുകയാണ്. അപ്പോൾ ഹീറ്റ് സിസ്റ്റത്തിനുള്ളിലേക്കല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം വെൻ ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ സിസ്റ്റം സൈൻ ഷുഡ് ബി പോസിറ്റീവ്. അപ്പോൾ നമുക്കിവിടെ ക്യൂവിൻ്റെ വാല്യൂ എന്തെന്ന് എഴുതാം? പ്ലസ് 60 kilojoule. സൈൻ അപ്ലൈ ചെയ്തിരിക്കണം, അതർവൈസ് നമുക്ക് മിസ്റ്റേക്ക് പറ്റും. ഇവിടെ ഇതേ ചോദ്യം വെൻ സിസ്റ്റം റിജക്ട്സ് 60 kilojoule എന്നായിരുന്നെങ്കിലോ സിസ്റ്റത്തിൽ നിന്ന് 60 kilojoule പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ സൈൻ എന്താ വരേണ്ടത്? ഹീറ്റ് റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റം നെഗറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ Q -60 എന്ന് വേണം കൊടുക്കാൻ. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിരിക്കണം. ഇവിടെ ഞാൻ എന്തുകൊണ്ട് പോസിറ്റീവ് കൊടുത്തു? സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ്. ആസ് പെർ സൈൻ കൺവെൻഷൻ വെൻ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സിസ്റ്റം ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കും. ഓക്കെ, ഫൈൻ. ഇനി ഇങ്ങനെ സിസ്റ്റം റിസീവ് ചെയ്തപ്പോൾ ഇന്റേണൽ എനർജി എന്ത് സംഭവിച്ചു? ഡിക്രീസസ് ബൈ 30 kilojoule. ഇന്റേണൽ എനർജി 30 kilojoule കുറഞ്ഞു അല്ലേ. അതായത് ആദ്യം ഈ സിസ്റ്റത്തിന് ഒരു ഇന്റേണൽ എനർജി ഉണ്ടായിരുന്നു U1. ദെൻ ഈ ഒരു പ്രോസസ്സ് നടന്നപ്പോൾ ഇതിൻ്റെ ഇന്റേണൽ എനർജി എന്തായി മാറി? U2 ആയി മാറി. അപ്പോൾ ഈ ഇന്റേണൽ എനർജി, ഫൈനൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഇനിഷ്യലിനേക്കാൾ 30 കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? ഇന്റേണൽ എനർജി ഡിക്രീസസ് ബൈ 30 kilojoule. ഫൈനലി ആ സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി ഇനിഷ്യലിനേക്കാൾ 30 കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ U2 - U1 എന്ന് പറയുന്നത് എന്താണ്? -30 അല്ലേ. അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് -30 kilojoule ആണ്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു -30 kilojoule. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം.
ഇന്റേണൽ എനർജി ഡിക്രീസസ് ബൈ, ഇന്റേണൽ എനർജി കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. ഇന്റേണൽ എനർജി കൂടുകയാണെങ്കിലോ, ഇന്റേണൽ എനർജി ഇൻക്രീസസ് ബൈ 30 കിലോ ജൂൾ എന്നായിരുന്നെങ്കിലോ U2 ഫൈനൽ ഇന്റേണൽ എനർജി ഇനിഷ്യലിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ചേഞ്ച് എന്ത് വരും? +30 എന്ന് വരും. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇന്റേണൽ എനർജി ഡിക്രീസസ് ബൈ 30 കിലോ ജൂൾ ആയതുകൊണ്ടാണ് ΔU -30. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. സിസ്റ്റം ചെയ്ത വർക്ക് എത്രയാണ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ΔU എന്താണ്? -30 ഈസ് ഈക്വൽ ടു ക്യൂവിൻ്റെ വാല്യൂ 60 മൈനസ് W. സോ എന്താ വരുന്നത്? W ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാടെ? 60 -30 അപ്പുറത്ത് +30, അതായത് 90 കിലോ ജൂൾ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വർക്ക് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമുക്കിവിടെ വർക്ക് കിട്ടിയിരിക്കുന്നത് പോസിറ്റീവ് വാല്യൂ അല്ലേ? എന്തുകൊണ്ടാണ് പോസിറ്റീവ് വാല്യൂ കിട്ടിയത്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ആ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്ക്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം സൈൻ എന്ത് തന്നെയാണ്? പോസിറ്റീവാണ്. അതുകൊണ്ടാണ് നമുക്ക് ആൻസർ പോസിറ്റീവായി തന്നെ കിട്ടിയത് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ΔU ഈക്വൽ ടു Q - W അപ്ലൈ ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലംസുകൾ PSC എക്സാമിന് ചോദിക്കുന്നുണ്ട്. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോബ്ലം ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. എ തെർമോമീറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. തെർമോമീറ്റർ എന്തിൻ്റെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്? ലോ ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. പറയേ തെർമോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമുക്കറിയാം, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് തെർമോമീറ്റർ എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് ഓരോ ലോ ഓഫ് തെർമോഡൈനാമിക്സിനും 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഓരോ ലോയ്ക്കും ഓരോ സിഗ്നിഫിക്കൻസ്, ഓരോ ലോയും നമുക്ക് ഓരോ കൺസെപ്റ്റുകളാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഗീവ്സ് us ദ കൺസെപ്റ്റ് അബൌട്ട് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി തന്നത് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതേപോലെ തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് മനസ്സിലാക്കി തന്ന കൺസെപ്റ്റ് ആണ് എന്ത്? ഇന്റേണൽ എനർജി. ശ്രദ്ധിക്കുക, ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി തന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് മനസ്സിലാക്കി തന്ന കൺസെപ്റ്റ് ആണ് എൻട്രോപ്പി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഒരു ചോദ്യം ഇത് തന്നെ വരാം. ഓരോ ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സിഗ്നിഫിക്കൻസ്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഗീവ്സ് us the concept about temperature. First law of thermodynamics gives us the concept about internal energy, and second law of thermodynamics gives us the concept about entropy. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെർമോമീറ്റർ എന്തിൻ്റെ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നതാണ്. നമുക്കറിയാം തെർമോമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി തന്നത് ആരാണ്? 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. കാരണം ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് 0th ലോ തന്നെയാണ്. സോ തെർമോമീറ്റർ വർക്ക് ചെയ്യുന്നത് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ബേസിസിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ലോയുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോയുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അതേപോലെ നോക്കിയിരിക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ചോദ്യമായി വരാം. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ് ഞാൻ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ 800 കെൽവിൻ ആൻഡ് 400 കെൽവിൻ. രണ്ട് ടെമ്പറേച്ചറുകൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എന്തിനെയാണ് നമ്മൾ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്? എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാർനോട്ട് സൈക്കിളിലാണെങ്കിൽ, കാർനോട്ട് സൈക്കിളിലാണ് നമ്മൾ എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ എഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് കാർനോട്ട് എഞ്ചിൻ. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരിൽ നമ്മൾ അറിയപ്പെടും റിവേഴ്സിബിൾ എഞ്ചിൻ എന്നും അറിയപ്പെടും. അപ്പോൾ നമുക്ക് കാർനോട്ട് എഞ്ചിൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ എഞ്ചിൻ എന്നൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കുക, ആ എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാർനോട്ട് സൈക്കിളിലാണ്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം എഫിഷ്യൻസി ആയിരിക്കും. കാരണം കാർനോട്ട് സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി ലഭിക്കുന്നത്. അപ്പോൾ കാർനോട്ട് എഞ്ചിൻ, റിവേഴ്സിബിൾ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് എഞ്ചിൻ പോസസ് മാക്സിമം എഫിഷ്യൻസി. ആ മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്താണ്? Maximum efficiency is given by the equation TH minus TL divided by TH. TH minus TL divided by TH. TH എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ടെമ്പറേച്ചർ തന്നെയാണ്. TH ഹൈ ടെമ്പറേച്ചർ. TL എന്താണ്? TL ലോ ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? സോ മാക്സിമം എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു
ഹൈ ടെമ്പറേച്ചർ എത്രയാണ് തന്നിരിക്കുന്നത്? രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ടെമ്പറേച്ചർ 800 കെൽവിനും 400 കെൽവിനും. സോ TH എന്ന് പറയുന്നത് 800 കെൽവിനാണ്, TL എന്ന് പറയുന്നത് 400 കെൽവിനാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നോട്ട് ചെയ്യുക. ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെൽവിനിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഈ ക്വസ്റ്റ്യനിൽ അത് കെൽവിനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിലൊക്കെ ഡിഗ്രി സെൽഷ്യസിൽ തന്നെ തരാറുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് എന്തിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം? ഷുഡ് കൺവേർട്ട് ഇൻ ടു കെൽവിൻ. നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 273 ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് 27 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ 27 പ്ലസ് 273 ചെയ്താൽ മതി, നമുക്ക് 300 കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ അതിനെ എന്തിലോട്ട് മാറ്റിയിരിക്കണം? ഇറ്റ് ഷുഡ് ഗെറ്റ് കൺവേർട്ടഡ് ടു കെൽവിൻ. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് പ്രോബ്ലം ഇല്ല, കെൽവിനിൽ തന്നെ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 800 മൈനസ് 400 അല്ലേ, ഡിവൈഡഡ് ബൈ എന്താണ്? 800 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4/8 എത്ര കിട്ടും? 0.5 എന്ന് കിട്ടും അല്ലേ? അപ്പം മാക്സിമം എഫിഷ്യൻസി എത്ര കിട്ടി? 0.5. ശ്രദ്ധിക്കുക, 100%, 50%, 0.5%, നൺ ഓഫ് ദീസ്. ആൻസർ എന്താണ്? 0.5 കിട്ടിയാൽ നമുക്ക് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50%. ഓപ്ഷൻ ബി. അല്ലാതെ 0.5% എടുക്കരുത്. 0.5 ആണ്, പക്ഷെ പെർസെൻറ്റേജ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്താണ്? 50%. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് ടെമ്പറേച്ചറുകൾ തന്നിട്ട് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ചോദിക്കാം. ശ്രദ്ധിക്കണം, ആ ടെമ്പറേച്ചർ കെൽവിനിലാക്കിയിട്ട് നിങ്ങൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവൂ. അതർവൈസ് ആൻസർ തെറ്റും. നമുക്ക് കിട്ടേണ്ട മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ നമുക്കറിയാം ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അവിടെ നമുക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് വൈസ് കെൽവിനിലാണെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലാണ് സെയിം ആണ്. പക്ഷേ ഡിനോമിനേറ്ററിൽ നമ്മൾ കെൽവിനിലാക്കിയില്ലെങ്കിൽ തെറ്റും. അതുകൊണ്ട് തന്നെ സേഫ് സോൺ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം തന്നെ ടെമ്പറേച്ചറിനെ എന്തിലോട്ടങ്ങ് മാറ്റിയിരിക്കുക? കെൽവിൻ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഡേറ്റ എടുത്ത് എഴുതുമ്പോൾ തന്നെ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ അപ്പോൾ തന്നെ അതിനെ അങ്ങ് കെൽവിനിലേക്ക് മാറ്റി എഴുതുക. എന്നിട്ട് മാത്രം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാൻ നമുക്ക്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 heat engines with efficiency 1.8, efficiency 2.5 are coupled together. Then the overall efficiency of the system. രണ്ട് എഞ്ചിനുകൾ, രണ്ട് ഡിഫറെൻറ്റ് എഫിഷ്യൻസി ഉള്ള എഞ്ചിനുകൾ നമ്മൾ എന്ത് ചെയ്തു? കപ്പിൾ ചെയ്തു. എന്നിട്ട് ഈ രണ്ട് എഞ്ചിനോട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിക്കും. നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ടല്ലോ, ഓവറോൾ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ efficiency 1 പ്ലസ് efficiency 2 മൈനസ് efficiency 1 efficiency 2. ഇതാണ് രണ്ട് എഞ്ചിനുകൾ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ഫസ്റ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി 0.8. സോ 0.8 പ്ലസ് 0.5 മൈനസ് 0.8 ഇൻറ്റു 0.5. ഓക്കെ ആണല്ലോ? സോ ഇവിടെ ആൻസർ എത്ര വരും? 0.8 പ്ലസ് 0.5 1.3 മൈനസ് എത്രയാ? 0.4. എന്നിട്ട് നമുക്ക് 0.9, അതായത് 90% ആണ് റൈറ്റ് ആൻസർ. ഉണ്ടോ? ഓപ്ഷൻ ഡി 0.9. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഓവറോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു efficiency 1 പ്ലസ് efficiency 2 മൈനസ് efficiency 1 efficiency 2. ഇക്വേഷൻ നോട്ട് ചെയ്തേക്കാം. യെസ്, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ റേഷ്യോ ഓഫ് ഹയർ ടു ലോവർ ടെമ്പറേച്ചർ ഈസ് 1.5, then the COP of heat pump working on reversed Carnot cycle will be 6, 4, 3, 2. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് ഹയർ ടു ലോവർ ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ ഹയർ ടെമ്പറേച്ചർ TH ഡിവൈഡ് ബൈ ലോവർ ടെമ്പറേച്ചർ TL. ഈ റേഷ്യോ ആണ് നമുക്ക് 1.5 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹീറ്റ് പമ്പിൻ്റെ COP ആണ്. ആ ഹീറ്റ് പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളാണ്. ഹീറ്റ് പമ്പ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഹീറ്റ് പമ്പിൻ്റെ COP കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് മാക്സിമം ആണ് അല്ലേ? നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് ഡിവൈസുകളാണ് ഏതൊക്കെ? ഒന്ന് റെഫ്രിജറേറ്റർ, അതേപോലെ രണ്ടാമത്തത് ഹീറ്റ് പമ്പ്. ഈ രണ്ട് ഡിവൈസുകളും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷനായി നമ്മൾ പഠിക്കുന്ന രണ്ട് ഡിവൈസുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചോദ്യം മേ ബി ഇതിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ റെഫ്രിജറേറ്റർ ഹീറ്റ് പമ്പിൻ്റെ COPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സോ ഇതിൽ ഹീറ്റ് പമ്പുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഹീറ്റ് പമ്പ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഹീറ്റ് പമ്പ് റെഫ്രിജറേറ്ററൊക്കെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്താൽ അതിൻ്റെ COP എന്ന് പറയുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും അല്ലേ? ആ മാക്സിമം COP ഇക്വേഷൻ എന്താ വരുന്നത്? COP മാക്സിമം
ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ. നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, ഹീറ്റ് പമ്പ് ആകുമ്പോൾ നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് ആണ് വേണ്ടത്. സോ ന്യൂമറേറ്റർ ഏതാ എഴുതുന്നത്? ഹൈ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ. ഇതൊന്നും ഇക്വേഷൻസ് ബൈ ഹേർട്ട് പഠിക്കേണ്ട, നമുക്ക് എല്ലാം കണക്ട് ചെയ്ത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ നമുക്ക് ആ ഇക്വേഷനിലോട്ട് പോകാം അല്ലേ. നമുക്ക് അറിയാവുന്ന കൺസെപ്റ്റുകളാണ് അതൊക്കെ. അപ്പോൾ ഹീറ്റ് പമ്പിന്റെ മാക്സിമം COP ഇക്വേഷൻ നമുക്കറിയാം, ഹൈ ടെമ്പറേച്ചർ ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ. പക്ഷെ നമുക്കിവിടെ റേഷ്യോ അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ റേഷ്യോയിലോട്ടൊന്ന് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹൈ ടെമ്പറേച്ചറിനൊന്ന് ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുപോകാം. നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ ചെയ്യാം? 1 ഡിവൈഡഡ് ബൈ TH ബൈ TH അല്ലേ, മൈനസ് TL ബൈ TH. ഓക്കെ അല്ലേ. സോ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് TL ബൈ TH. ആൻസർ എന്താണ്? 1 മൈനസ് TL ബൈ TH. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്കിവിടെ TH ബൈ TL തന്നിട്ടുണ്ട് 1.5, അതായത് 3/2. നമുക്കിവിടെ വേണ്ടത് TL ബൈ TH. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ 1 മൈനസ് 1 ബൈ എന്തെന്ന് എടുക്കാം? 2/3 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 1/3 മൈനസ് 2/3 1/3. ആൻസർ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ COP ഓഫ് ഹീറ്റ് പമ്പ് മാക്സിമം TH ബൈ TH മൈനസ് TL ആണ്. എനിക്കിവിടെ റേഷ്യോ തന്നേക്കുന്നതുകൊണ്ട് ഞാൻ ആ റേഷ്യോയിലോട്ട് ആക്കാൻ വേണ്ടി ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്കൊരു റേഷ്യോ കിട്ടി, അത് കൺവേർട്ട് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ TH ബൈ TH മൈനസ് TL അല്ലേ ഇക്വേഷൻ. നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? TH എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം. TH ഇസ് ഈക്വൽ ടു 1.5 TL എന്ന് എടുത്തൂടെ. TH ബൈ TL 1.5 എന്ന് തന്നിട്ടുണ്ട്. സോ TH ഇസ് ഈക്വൽ ടു എന്താണ്? 1.5 TL. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.5 TL ബൈ 1.5 TL മൈനസ് TL. TL നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ 1.5 ബൈ 1.5 മൈനസ് 1 എത്രയാ? 0.5 വിച്ച് ഇസ് ഈക്വൽ ടു 3. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ആൻസറിലേക്ക് പോകാം, പ്രോബ്ലം ഇല്ല. അതർവൈസ് നിങ്ങൾ ന്യൂമറേറ്ററിനെ TH കൊണ്ട് ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആ റേഷ്യോ കിട്ടും. അങ്ങനെയും പ്രൊസീഡ് ചെയ്യാം. നിങ്ങളുടേതായ ഇഷ്ടത്തിൽ പ്രൊസീഡ് ചെയ്യുക. ആൻസർ നമുക്ക് 3 എന്ന് തന്നെ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഹീറ്റ് പമ്പിന്റെ മാക്സിമം COP ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇതേപോലെ നിങ്ങൾ ഓർക്കണം. ഇതേ ചോദ്യം റെഫ്രിജറേറ്ററിലായിരുന്നെങ്കിലോ COP ഓഫ് റെഫ്രിജറേറ്റർ മാക്സിമം ആയിരുന്നെങ്കിലോ ഈ ന്യൂമറേറ്ററിലെ TH മാറിയിട്ട് TL വരും. ലോ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ അല്ലേ. ഹീറ്റ് പമ്പിന്റെ കേസിൽ ഹൈ ടെമ്പറേച്ചർ ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ എന്നാണ് ഇക്വേഷൻ എങ്കിൽ, റെഫ്രിജറേറ്റർ ആകുമ്പോൾ ഇക്വേഷൻ എങ്ങനെ ആവും? മാക്സിമം COP ലോ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഇതേ ചോദ്യം അവർക്ക് ഹീറ്റ് പമ്പ് റീപ്ലേസ് ചെയ്ത് റെഫ്രിജറേറ്ററിന് ചോദിക്കാം. സ്റ്റെപ്പുകളൊക്കെ സെയിം ആണ്, ഇക്വേഷനിൽ മാത്രം ഒരു ചെറിയ ഡിഫറൻസ്. ഹീറ്റ് പമ്പിൽ ന്യൂമറേറ്ററിൽ ഹൈ ടെമ്പറേച്ചർ, റെഫ്രിജറേറ്റർ ന്യൂമറേറ്ററിൽ ലോ ടെമ്പറേച്ചർ. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു കൺസെപ്റ്റ് റെഫ്രിജറേറ്റർ ഹീറ്റ് പമ്പിൻ്റെയൊക്കെ പ്രോബ്ലംസുകൾ നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് എല്ലാ എക്സാമുകൾക്കും മെക്കാനിക്കൽ സ്ട്രീമിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോലെയുള്ള എക്സാമുകൾക്ക് നമുക്ക് ഇതിൽ നിന്നൊക്കെയുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ, നമുക്ക് സെക്കൻഡ് ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിമ്പിൾ റിലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ അല്ലേ, ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം L3യുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ മറ്റു കുറച്ച് കൺസെപ്റ്റ്സുകളും ക്വസ്റ്റ്യൻസുകളുമായി നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു, ടേക്ക് കെയർ.